വി അനുമോദ് പങ്കുവച്ചിരിക്കുന്നതായാലും പ്രതി ഇപ്പോൾ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പീഡന ശ്രമം ഉണ്ടാകുന്നത്. എന്തായാലും യുവതി തന്നെ നേരിട്ട് പോലീസിനെ വിളിച്ചറിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളിനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കോട്ടയം കണമനയിൽ ഈ കാട്ടുപോത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് പ്രതിഷേധ മാർച്ചുണ്ട്. റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നു. രമേശ് ചെന്നിത്തലയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഇങ്ങനെ കടുക്കുന്ന സാഹചര്യം. ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് റേഞ്ച് ഓഫീസിലേക്ക് നടക്കുന്നു. രമേശ് ചെന്നിത്തല അത് ഉദ്ഘാടനം ചെയ്യുന്നു. എപ്പോഴാണ് മാർച്ച്? ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ചാക്കോയുടെ സംസ്കാരം ഇന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടി എപ്പോഴാണ്? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പ്രതിഷേധ മാർച്ച് ഉണ്ടാകുക. 9 മണിയോടുകൂടി കണമല സെന്റ് തോമസ് പള്ളിയിൽ ചാക്കോയുടെ സംസ്കാര ചടങ്ങുകളും നടക്കും. മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഈ മേഖലയിൽ വലിയ ജനരോഷം തന്നെ ഉയരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിന്റെ വീഴ്ച, വനംവകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. അതിനിടെ ഒരു പുതിയ വിവരം കൂടിയുള്ളത്, ഈ കാട്ടുപോത്തിനെ ആക്രമിച്ച കാട്ടുപോത്തിന് നായാട്ടുകാരുടെ വെടിയേറ്റിരുന്നതായുള്ള സംശയമാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലൊരു അക്രമം നടത്താൻ കാരണമായത് ഇതാണ് എന്നുള്ള സംശയമാണ് വനംവകുപ്പ് നൽകുന്നത്. എന്തായാലും ഏതാണ്ട് 50ഓളം ഉദ്യോഗസ്ഥർ ഇതിനായുള്ള ഈ കാട്ടുപോത്തിനായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ജോസ് കെ മാണി MP ഉൾപ്പെടെയുള്ളവരും ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ആ മേഖലയിലെ ജനങ്ങളുടെ ഒരു വികാരം അതാണ്. അത് കൃത്യമായി പാലിക്കാൻ തയ്യാറാകണമെന്ന് ഭരണകക്ഷിയിലെ തന്നെ ഒരു കക്ഷി നേതാവ് ജോസ് കെ മാണി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുകയാണ്. ഇന്നലെ രാത്രിയും അവിടെ ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ തീരുമാനത്തിനെതിരെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നടക്കും. എന്തായാലും വനംവകുപ്പിന്റെ 50 സംഘം ഇനി കാട്ടുപോത്തിനായി തെരച്ചിൽ നടത്തുന്ന സാഹചര്യമുണ്ട്. ശ്രീത്ത് സൂചിപ്പിച്ച പോലെ ഭരണകക്ഷിയെ തന്നെ പ്രധാനപ്പെട്ട കക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം. ആ ജോസ് കെ മാണി തന്നെ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ കൃത്യമായൊരു നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. എന്നാലും വനംവകുപ്പിനെതിരെയും പ്രതിഷേധം കടുക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാഷ്ട്രീയ കക്ഷികൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നു. പക്ഷേ ആ നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഒരു 2 ജീവനുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ രാഷ്ട്രീയക്കാരടക്കം രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ആ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യം ശാശ്വതമായ ഒരു പരിഹാരം മാത്രമാണ്. എന്താണ് ഇതിനുള്ളൊരു വിധി, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ജി ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടുന്നുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യം ശാശ്വതമായ ഒരു പരിഹാരം, അത് മാത്രമായിരിക്കും അല്ലേ വിഷയത്തിൽ? ഭവ്യ, തീർച്ചയായും ശാശ്വതമായൊരു പരിഹാരം എന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരുന്നത് ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ കാടിനുള്ളിലെ ഭക്ഷ്യസമ്പത്ത് കുറയുന്നതോടുകൂടി ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തുക എളുപ്പവുമല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ കാട്ടുപോത്ത് അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ജീവി അല്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യം, ജനവാസ മേഖലയിൽ എത്തപ്പെട്ട ശേഷം ഒരു അക്രമകാരിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം മറ്റുമാണ് അതുണ്ടാകുന്നത്. അത് മനുഷ്യനെ ഭയന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതി തന്നെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ഇവിടെയും ഈ പോത്ത് എത്തിയ സ്ഥലത്ത് സാധാരണ ഒരു സമയത്തും ഈ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്താത്ത സ്ഥലം കൂടിയാണ്. അപ്രതീക്ഷിതമായി അവിടെ എത്തപ്പെടുന്നു. വീടുകൾ നിറയുള്ള ഒരു പ്രദേശമായിരുന്നു. സ്വാഭാവികമായും അത് ആക്രമിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചൊരു കാര്യം. ഫലത്തിൽ 2 മനുഷ്യജീവനുകൾ അവിടെ പൊലിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി അവിടെ അവശേഷിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊരു ശാശ്വത പരിഹാരം എന്നുള്ള ചോദ്യം ഇപ്പോഴും അകലെയാണ്. അത് സർക്കാർ തലത്തിലും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തലത്തിലൊക്കെയും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നുണ്ട്. പക്ഷേ പോലീസും ഉൾപ്പെടെയുള്ളവർക്ക് അത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്ന സാഹചര്യമാണുള്ളത്. നിയമപരമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ
പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടത്. കർഷകരെ സംബന്ധിച്ച് അവരുടെ ഈ കൃഷി നശിക്കപ്പെടുന്നു, അതായിരുന്നു കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതലായി മൃഗങ്ങളുടെ ആക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. ഈ സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് എല്ലാ ദിവസവും ഇത്തരം വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ സർക്കാർ തലത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ, കേവലം വനം വകുപ്പ് എന്നുള്ളതല്ല, സർക്കാർ തന്നെ ഇടപെട്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ഈ വിഷയത്തെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് എന്താണ് പരിഹാരം എന്നുള്ളത് ഈ കർഷക പ്രതിനിധികളെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കർഷകരുടെ വാക്കുകളൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടർക്കഥയാകുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും അത് ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 4 ദിവസം പിന്നിടുമ്പോഴും അതുതന്നെയാണ് കണമലയിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും ശ്രീജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുകയാണ്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വിഷയത്തിലെല്ലാം വേണ്ടത്. എന്തായാലും ഇന്ന് പ്രതിഷേധം അവിടെ ഉണ്ട്. റേഞ്ച് ഓഫീസിലേക്ക് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ്, രമേശ് ചെന്നിത്തലയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിലേറ്റവും ഒരു ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്, വനം വകുപ്പ് തന്നെ പങ്കുവെച്ച പോലെ നായാട്ടുകാരുടെ വെടിയേറ്റുകൊണ്ടാണോ കാട്ടുപോത്ത് ഇങ്ങനെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.